അവിടുത്തെ താമസക്കാരന് എത്തുമോ രാമു? ആ ഉടനെ എത്തും. മനോഹരൻ ചേട്ടൻ എന്ത് ചേച്ചി? അയാൾ കഥ എഴുതുകയാണ്. അതെ, കുറച്ച് ദിവസമായില്ലേ ചെകുത്താനും മാലാഖി കേട്ടിങ്ങനെ ഇരിക്കണേ. മനസ്സിൽ കഥയുടെ വിത്ത് പാകിയിട്ട് കുറെ ദിവസമായി, പക്ഷെ അങ്ങോട്ട് മുളക്കുന്നില്ല. മനസ്സിലും പേപ്പറിലും മാത്രം മുളപ്പിച്ചോണ്ടിരുന്നാ മതി. പട്ടണത്തിൽ നിന്ന് സ്ഥലം മാറി വരുന്ന രസയും സുന്ദരിയായൊരു ഭാര്യയും ഒരു കൊച്ചു കുഞ്ഞും, ബലിഷ്ടമായ 2 കാലുകളും, അലക്ഷ്യമായ മുഖഭാവത്തോടെ, അലസമായ അംഗവിക്ഷേപത്തോടെ, അരോഗദൃഢഗാത്രനായ മധുര മനോഹര മനോജ്ഞനായ ചെറുപ്പക്കാരൻ. അദ്ദേഹമാണ് നേരത്തെ കണ്ട ബലിഷ്ടമായ കാലുകളുടെ പ്രൊപ്പറേറ്റർ. ഉണ്ണീശയുടെ മുഖമുള്ള എന്റെ ചെകുത്താൻ. സൂര്യ, ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവര് നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് കേട്ട്. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ. എന്നെ ഭയങ്കര പേടിയാ. അയ്യോ, സിനിമാ നടനെ പോലെ ഉണ്ട്. ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നേ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ ആ സൂര്യ, ഒരു ഗജ പോക്കരിയ. പാവ അവന്റെ അച്ഛൻ നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ഒരു ഗജപോക്രിയെ മെരുക്കാൻ അളിയന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. അല്ല, എങ്ങനെ മെരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാ സൈഡിലെങ്ങാനും കടന്ന് മെരുങ്ങിക്കോളും. പാടില്ല, അയാൾ എനിക്ക് വിട്ടുതരൂ. എന്തിന്? ഏത് ഗജപോക്രിയുടെ മനസ്സ് മാറ്റാനുള്ള ഫോർമുല എന്റെ കയ്യിലുണ്ട്. എന്ത് ഫോർമുല? പ്രണയം. അവന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാക്കിയാൽ മതി. എന്റെ പുതിയ നോവൽ ആരംഭിച്ചു, ചെകുത്താനെ സ്നേഹിച്ച മാലാഖ. നല്ല പ്രതികരണമാണ് വായനക്കാരിൽ ഉളവാക്കുന്നത്. അടുത്ത ലക്കം എഴുതേണ്ടത് ചെകുത്താൻ യാദൃച്ഛികമായി മാലാഖയെ കാണുന്ന അധ്യായമാണ്. ഇതുപോലൊരു യാത്രയിലാണ് ആ മാലാഖ ചെകുത്താന്റെ കണ്ണുകളിൽ ഉടക്കുന്നത്. മഞ്ഞ പരവതാനിയിലൂടെ മന്ദം മന്ദം നടന്നു വരുന്ന അവളുടെ നനുത്ത പാദങ്ങൾ, ഇളം കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ, മാനത്ത് വിരിയുന്ന നക്ഷത്രങ്ങളെ പോലെ അവളുടെ പേടമാൻ മിഴികൾ, ചിരിക്കുമ്പോൾ മുത്തുമണികൾ പൊഴിയും പോലെ, അരയന്നത്തെ പോലെ കൂട്ടുകാരികളോടൊപ്പം നടന്നു വരുന്ന മാലാഖ. ചെകുത്താൻ അവളെ കാണുകയാണ്. ചെകുത്താന്റെ മനസ്സ് പിടഞ്ഞു. അവൻ ചോദിച്ചു, ആരാണവൾ? ആരാണവൾ? കറക്റ്റ്, 2 പ്രാവശ്യം പറയണം. ആരാണവൾ? തുടരും.